ഇടതുപക്ഷം ഒറ്റക്കെട്ടായി പോകേണ്ട സമയത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ട വി ശിവൻകുട്ടിയുടെ പ്രകോപനം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SSK ഫണ്ടും PM ശ്രീയും കൂട്ടിക്കെട്ടാനുള്ള നീക്കം വിലപ്പോവില്ലെന്നും ബിനോയ് വിശ്വം മീഡിയ വണ്ണോട് പറഞ്ഞു. വിവാദമുണ്ടാക്കുന്നവർ CPM പാർട്ടി കോൺഗ്രസിലെ രേഖ വായിക്കണം. മന്ത്രിസഭാ ഉപസമിതിയുടെ വഴിയിൽ പ്രതിബന്ധം ഉണ്ടാക്കാൻ CPIക്ക് താൽപര്യമില്ല. ശിവൻകുട്ടിയെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ താൻ ആളല്ലെന്നും MA ബേബിയും MB ഗോവിന്ദനുമാണ് ശിവൻകുട്ടിയെ പഠിപ്പിക്കേണ്ടതെന്നും ബിനോയ് വിശ്വം മീഡിയ വൺ നേതാവ് നിലപാട് പരിപാടിയിൽ പറഞ്ഞു. എന്തിനാണ് ഈ പ്രകോപനം ഇപ്പോഴൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമേറിയ ഒരു ഇലക്ഷനിലേക്ക് LDF ഒറ്റക്കെട്ടായി പോകുമ്പോൾ ഒരു അനാവശ്യ പ്രകോപനം ഉണ്ടാക്കാനുള്ള കാരണം എനിക്കറിയില്ല. SSKയുടെ ഫണ്ട് വേണമെങ്കിൽ PMCയിൽ തലവെച്ച് കൊടുക്കാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് RSS തന്ത്രമാണ്. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് SSK ഫണ്ടിനെയും PMCയെ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന നീക്കത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നീക്കത്തെ രാഷ്ട്രീയമായിട്ട് CPIയോ CPM അംഗീകരിക്കുന്നില്ല. ഇത് വീണ്ടും തർക്കമാക്കാനും ചർച്ചയാക്കാനും വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളടക്കം ആരായാലും അവരോട് ഞാൻ പറയും, അവർ ദയവായി CPI-Mൻ്റെ മധുരയിലെ പാർട്ടി കോൺഗ്രസ് പാസ്സാക്കിയ ഇത് സംബന്ധമായ പ്രമേയം വായിച്ച് മനസ്സിലാക്കുക. അതിനകത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആ കമ്മിറ്റിയുടെ വഴിയിൽ എന്തെങ്കിലും ഒരു പ്രതിബന്ധം ഉണ്ടാക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ CPIക്ക് താല്പര്യമില്ല. CPIക്ക് LDFൻ്റെ ഐക്യം അതീവ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സഖാവ് ശിവൻകുട്ടിയെപ്പോലൊരു നേതാവിനെ, എനിക്ക് ആദരവുള്ള നേതാവിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും രാഷ്ട്രീയം അദ്ദേഹം പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് CPI-Mൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയാണ്. സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് MB ഗോവിന്ദൻ മാഷാണ്. അവർ പഠിപ്പിക്കട്ടെ, അല്ലാതെ PMCയെ സംബന്ധിച്ച് ശിവൻകുട്ടിയെ ഒന്നും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, രണ്ട് നേതാക്കളുടെയും പ്രതികരണങ്ങൾ കേട്ടു. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് അതിനോട് യോജിക്കുന്നില്ല CPI എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. വീണ്ടും ആ വിവാദം കെട്ടടങ്ങാതെ ഇപ്പോൾ കത്ത് നൽകി പദ്ധതി മരവിപ്പിച്ചു എന്നുള്ള സ്റ്റേജിലാണെങ്കിൽ പോലും ആ വിഷയത്തിലുള്ള നിലപാടിലുള്ള അതൃപ്തി CPIയും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വാഗ്വാദങ്ങൾ ഇല്ലെങ്കിൽ പരസ്പരമുള്ള ഈ ആരോപണങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും മുന്നണിക്കുള്ളിൽ ബാധിക്കപ്പെടുക? തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത് ഏത് തരത്തിലായിരിക്കും LDF ഒതുക്കി തീർക്കുക? ധന്യ, താൽക്കാലികമായുള്ള ഒരു വെടിനിർത്തൽ മാത്രമാണ് PM ശ്രീ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇന്നത്തെ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ഇന്നലെ കരാറ് താൽക്കാലികമായി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകുകയും അതിനുശേഷമുള്ള പ്രതികരണമായി ഏതെങ്കിലും ആളുടെ വിജയമോ പരാജയവുമോ അല്ല, ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇത്തരം തീരുമാനം എടുത്തത് എന്നുള്ള കാര്യം ഉൾപ്പെടെ വിശദീകരിക്കുകയാണ്. അത്തരത്തിലൊരു മറുപടിയാണ് ബിനോയ് വിശ്വത്തിന് നൽകുന്നത്. ഒപ്പം തന്നെ ഈ SSKയുടെ ഫണ്ട് ഇനി ലഭ്യമായില്ലെങ്കിൽ അതിന് ഉത്തരവാദി താനല്ല എന്നുള്ള രോഷം കൂടി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുമുണ്ട്. അങ്ങനെ കടുത്ത ഒരു നിലപാടിലേക്ക് വി ശിവൻകുട്ടി എത്തിയ സാഹചര്യമാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചോദ്യവും വി ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ടാണ് നേരത്തെ ബിനോയ് വിശ്വം തന്നെ രംഗത്തെത്തിയത്. ആരുടെയും പരാജയവും വിജയവുമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് LDFൻ്റെ നയമാണ്, ഇടതുപക്ഷത്തിൻ്റെ നയമാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ള കാര്യം മറുപടിയായി തന്നെ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് അല്പസമയം മുമ്പ് നടന്ന നേതാവ് നിലപാട് പരിപാടിയിൽ കുറച്ചുകൂടി കടുത്ത നിലയിലുള്ള LDF നിലപാടും CPI നിലപാടും ബിനോയ് വിശ്വം ആവർത്തിച്ചത്. ഇക്കാര്യത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് ലഭ്യമാകൂ എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടി PM ശ്രീയുടെ ഭാഗമാകാൻ നിന്നാൽ SSKയെയും PM ശ്രീയെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഇടതുപക്ഷ നിലപാടല്ല. ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ CPIMന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ നയരേഖ വായിച്ചു നോക്കിയാൽ മതി, അതിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഒപ്പം തന്നെ KSG ഇറക്കിയിട്ടുള്ള ലഘുലേഖകൾ വായിച്ചു നോക്കിയാൽ മതി, SFIയുടെ നിലപാട് വായിച്ചു നോക്കിയാൽ മതി എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ശിവൻകുട്ടിക്ക് ആ നിലപാട് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് താനല്ല. ശിവൻകുട്ടി
മുതിർന്ന CPM നേതാവാണ്. ഒപ്പം തന്നെ താൻ ബഹുമാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ താനല്ല ശിവൻകുട്ടിയെ പഠിപ്പിക്കേണ്ടത്. ശിവൻകുട്ടിയെ പഠിപ്പിക്കേണ്ടത് MA ബേബിയും MV ഗോവിന്ദനുമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് നിലവിൽ ബിനോയ് വിശ്വം ചെയ്യുന്നത്. എന്തായാലും PM ശ്രീ വിഷയത്തിൽ കടുത്ത നിലപാട് ഇപ്പോഴും CPI തുടരുന്നു എന്നുള്ളതാണ്. മന്ത്രി V ശിവൻകുട്ടി പദ്ധതി താൽക്കാലികമായി മരവിപ്പിച്ചതാണ്, പിന്മാറുകയല്ല ചെയ്തത് എന്ന് പറയുകയാണ് രാവിലെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് ഈ പദ്ധതി എന്ന് പറയുന്നത് അത് അടഞ്ഞ അധ്യായമാണ് എന്നുകൂടി പറയുകയാണ്. LDF-ൽ തങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും, ഉപസമിതി യോഗത്തിൽ ഉൾപ്പെടെ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നത് CPI സംസ്ഥാന സെക്രട്ടറി കൃത്യമായി വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ പ്രശ്നം ഇപ്പോഴും കെട്ടടങ്ങാതെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പണത്തിന്റെ നഷ്ടമാണ് ഈ PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ കത്ത് നൽകുന്നതുമായി ഒക്കെയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. അതിന്റെ രോഷമാണ് ഇന്ന് V ശിവൻകുട്ടി പ്രകടിപ്പിച്ചത്. ഒപ്പം തന്നെ പക്ഷേ CPI നിലപാട് വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഒരു കാരണവശാലും നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്യുന്നത്. അതാണ് അല്പം മുമ്പ് നടന്ന വാക്കുകൾക്ക് തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പൊ RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന് മനസ്സിലാകാത്തവരല്ല അവർ. എങ്കിൽ പോലും ആ തരത്തിലൊരു പ്രതികരണം, അതായത് ഇത് നിർത്തലാക്കുകയെല്ലാം താൽക്കാലികമായി മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഇത് വീണ്ടും തുടങ്ങിയേക്കാം അല്ലെങ്കിൽ ആരംഭിച്ചേക്കാം എന്നൊരു ധ്വനി കൂടിയുണ്ട്. അത് സ്വാഭാവികമായിട്ടും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കില്ലേ? അതിന് ഇനിയൊരു പ്രതികരണം മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ നിലപാടുമായി പ്രശ്നപ്പെട്ട് ഇല്ലെങ്കിൽ ഈ PM ശ്രീയിലെടുത്ത നിലപാടിൽ തന്നെ വലിയ വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഉയർന്നിരുന്നല്ലോ.